ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെത്തേഡ് ഓവർ റൈഡിങ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ഓവർ റൈഡിങ്? ഓർമ്മയുണ്ടോ? The subclass has the same method name in the parent class. That is method overriding. നമ്മൾ ഇൻഹെറിറ്റൻസിൽ ബേസ് ക്ലാസ്സിലും ഡിറൈവ്ഡ് ക്ലാസ്സിലും പേരൻറ്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും മെത്തേഡിന് സെയിം നെയിം ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. The subclass provides the specific implementation of the method that has been provided by one of its parent class. ഇപ്പം ഓവർ റൈഡിങ്ങിൽ നമ്മൾ എന്താണ് സെയിം മെത്തേഡ് നെയിം കൊടുത്താലുള്ള പ്രോബ്ലം? രണ്ട് ക്ലാസ് ആണെങ്കിൽ നോർമൽ കേസിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇൻഹെറിറ്റൻസ് ഉള്ള ഫീച്ചർ തന്നെ നമ്മൾ ബേസ് ക്ലാസ്സിൻ്റെ ഫീച്ചറിനെ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൽ കിട്ടുമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താ, രണ്ട് മെത്തേഡിനെയും സെയിം നെയിം ആണെങ്കിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താ വരിക? ഏത് മെത്തേഡിനെ കോൾ ചെയ്യും? ആ ഒരു സിറ്റുവേഷൻ അവിടെ റൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ രണ്ടുപേർക്കും ഒരേ നെയിമാണ്, എല്ലാം സെയിം. ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഓവർലോഡിങ്ങിൽ എന്തായിരുന്നു? ഓവർലോഡിങ്ങിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് മെത്തേഡ് നെയിം സെയിം ആണെങ്കിലും പാരാമീറ്റർ ഡിഫറൻസ് ആണ്. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ല, എല്ലാം സെയിം തന്നെ. ആ ഒരെണ്ണമാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് മെത്തേഡ് ഓവർ റൈഡിങ്: it is used to provide specific implementation of a method that is already provided by its superclass. Example for runtime polymorphism. അപ്പം നമ്മൾ സൂപ്പർ ക്ലാസ്സിൽ യൂസ് ചെയ്ത സെയിം മെത്തേഡ് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളിവിടെ ഓവർ റൈഡിങ്ങിൽ കൂടെ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് polymorphism. Okay, next, what are the rules for method overriding? Methods must have the same name as in the parent class and same parameter and must be easier relationship, that is inheritance. It is two names in the method, two method names in the base class and the derived class. സെയിം നെയിം ആൻഡ് സെയിം പാരാമീറ്റർ. അവിടെയാണ് നമ്മൾ ഓവർ റൈഡിങ്. നമ്മൾ ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സിലും യൂസ് ചെയ്യുന്നത് സെയിം മെത്തേഡ്. ആ നെയിം സെയിം ആയിരിക്കണം, പാരാമീറ്റേഴ്സും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് നമ്മൾ ആപ്ലിക്കബിളും ആയിരിക്കണം. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഓവർ റൈഡിങ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ എ എന്ന് പറയുന്നൊരു ക്ലാസ്, അതിനകത്ത് രണ്ട് മെമ്പേഴ്സ് ഉണ്ട്, I and J. Then ഇവിടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിരിക്കുന്നു, എ ബി. വാല്യൂ രണ്ടും അസൈൻ ചെയ്തിരിക്കുകയാണ്, ഐക്കും ജെയ്ക്കും. അതവിടെ ക്ലോസ് ചെയ്തിരിക്കും. ഇനിയും നമ്മൾ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുകയാണ്, ഷോ എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ് ഐ ആൻഡ് ജെ എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഡിറൈവ്ഡ് ക്ലാസ് എഴുതി. ഇവിടെ ബി ഡിറൈവ്ഡ് ക്ലാസ് ആണ്, എയിൽ നിന്ന് ഇൻഹെർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ വേറൊരു മെമ്പർ കൊടുത്തിട്ടുണ്ട്, കെ എന്ന് പറയുന്ന. അടുത്ത കൺസ്ട്രക്ടർ കൊടുത്തു, ഇൻറ്റ് എ, ഇൻറ്റ് ബി, ഇൻറ്റ് സി എന്ന് പറഞ്ഞിട്ട് 3 കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂപ്പർ എ കോമ ബി, ഇതെങ്ങോട്ടായിരിക്കും പോവുക? ബേസ് ക്ലാസ്സിലേക്കുള്ളതാണ് കേട്ടോ. പിന്നെ കെ ഈക്വൽ ടു സി. അപ്പോൾ ഈ സിക്ക് കെയുടെ വാല്യൂ കിട്ടി. ദെൻ വീണ്ടും നമ്മൾ ഷോ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. അവിടെ നമ്മൾ കെയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. ഇനിയും ബിയുടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, 3 കൺസ്ട്രക്ടറിൻ്റെ വാല്യൂം പാസ് ചെയ്തു. ബി ഒ ബി ജെ ഡോട്ട് ഷോ ഇവിടേക്കായിരിക്കും പോകുക. ഷോ എന്ന് പറയുന്ന മെത്തേഡിൽ ഇവിടെ നമ്മൾ ബേസ് ക്ലാസ്സിൻ്റെ ആയിരിക്കില്ല കിട്ടുന്നത്, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെമ്പർ ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് ഈ ഒരു ഇതിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഔട്ട്പുട്ട് എഴുതി നോക്കണം, അല്ലെങ്കിൽ ചെയ്ത് നോക്കണം ഇവിടെ എന്താണ് ഔട്ട്പുട്ട് എന്ന്. ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണ്? ഏത് ഷോ മെത്തേഡ്? രണ്ടിടത്തും ഒരു ഷോ കൊടുത്തിട്ടുണ്ടല്ലേ, ബേസ് ക്ലാസ്സിലും ഉണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സിലും ഉണ്ട് അല്ലേ?
അപ്പോൾ നമ്മൾ ഈ ബിയുടെ ഒബ്ജക്റ്റ് കൊണ്ടിട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സബോബി ഡോട്ട് ഷോ എന്ന് പറയുമ്പം നമുക്ക് കിട്ടുക ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ വാല്യൂ ആയിരിക്കും. ബേസ് ക്ലാസ്സിനെ അത് ഓവർ റൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതും നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഓവർ റൈഡിങ്ങിൽ സൂപ്പർ ക്ലാസ് എ ബി മെമ്പേഴ്സ് ഉണ്ട്, വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതിന് അവിടെ ഒരു ഷോ മെത്തേഡ് ഉണ്ട്, അവിടെയും ബിയും പ്രിൻറ്റ് ചെയ്യാനുള്ളത്. ദെൻ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് സം 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ് നമ്മൾ സമ്മിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഐ എ ജെ എന്ന് പറഞ്ഞിട്ട് വാല്യൂ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഷോയ്ക്കകത്ത് നമ്മൾ ജെ മാത്രമേ പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബിജെ ഡോട്ട് ഷോ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇവിടെ നമുക്ക് ഓവർ റൈഡ് ചെയ്യുന്നത് ബേസ് ക്ലാസ്സിനെ ഓവർ റൈഡ് ചെയ്ത് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കായിരിക്കും കിട്ടുക. നെക്സ്റ്റ് നമുക്ക് എ എന്ന് പറയുന്ന ഒരു ക്ലാസ്, അവിടെ മെത്തേഡ് ഷോ എന്ന് പറയുന്നതിനകത്ത് ദിസ് ഈസ് ടു ഷോ ഇൻ എ എന്ന് പറയുന്നതിനകത്താണെന്ന് കാണിക്കുന്നുണ്ട് ആ മെസ്സേജ്. ഇനി ബി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്, അവിടെ നമ്മൾ മെസ്സേജ് കൊടുത്തിരിക്കുന്നത് ബി ആണെന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക, അതിൽ നിന്നാണെന്നുള്ളത്. ഇനിയും നമുക്ക് മെയിൻ എഴുതിയിരിക്കുകയാണ്. എയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ നിന്ന് ഷോ കോൾ ചെയ്തു, ബിയിൽ നിന്നും കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ കോളിങ് പോകുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോൾ ഷോ ഓഫ് എ, ഇതാണെങ്കിൽ A1 ഡോട്ട് ഷോ എന്ന് പറയുമ്പം ഇത് എയിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ബിയുടെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം അത് അവിടേക്കായിരിക്കും പോകുന്നത്. എയുടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കിട്ടുള്ളൂ. ബി നിന്നിട്ട് നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഒരിക്കലും എയുടെ, മനസ്സിലായോ? രണ്ടിലും സെയിം ആണെങ്കിൽ എയിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് മെത്തേഡിനും സെയിം നെയിം ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ബേസ് ക്ലാസ്സിലെ മെമ്പറിനെ ആയിരിക്കില്ല കിട്ടുന്നത്, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെത്തേഡിലെ ആയിരിക്കും അത് കോളാകുന്നത്. അതായത് ബേസ് ക്ലാസ്സിനെ അത് ഓവർ റൈഡ് ചെയ്യുകയാണ്. ബേസ് ക്ലാസ്സിനെ ഓവർ റൈഡ് ചെയ്തിട്ട് ഡിറൈവ്ഡ് ക്ലാസ് അതിനെ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം രണ്ടെണ്ണത്തിലും സെയിം ആണെങ്കിൽ, ബേസ് ക്ലാസ്സിലും ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെയും മെത്തേഡിനെയും സെയിം ആണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നും ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ബേസ് ക്ലാസ്സിൻ്റെ മെത്തേഡിനെ ആയിരിക്കില്ല നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ആയിരിക്കും. കാരണം അവിടെ ബേസ് ക്ലാസ്സിനെ ഓവർ റൈഡ് ചെയ്യുകയാണ്. ഓവർ റൈഡ് ചെയ്തിട്ട് ഡിറൈവ്ഡ് ക്ലാസ് എടുക്കുകയാണ്. അതേസമയം നമ്മൾ ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്താൽ ആ ബേസ് ക്ലാസ്സിൻ്റെ മെത്തേഡിനെ തന്നെ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വെറുതെ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാവുന്നതാണ്. ഒരു ബാങ്കിൻ്റെ ബേസ് ക്ലാസ് ആണ് ഗെറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഇൻറ്റിജറാണ്. അതിൽ ഇവിടെ SBI 3 ബാങ്കിൽ നിന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവർ 3 പേരും ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക ബാങ്കിൽ നിന്ന്. അതിൻ്റെ പ്രോഗ്രാംസും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. ബേസ് ക്ലാസ് ബാങ്ക് മെത്തേഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പിന്നെ ഇതാ 3 എണ്ണവും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ 3 ബാങ്കും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 3 ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഈ 3 ക്ലാസ്സിലും ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡാണ് ഗെറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ മെയിൻ എഴുതിയിട്ട് 3 പേരുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കോൾ ചെയ്തിരിക്കുക. ഇപ്പം കിട്ടുന്ന ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളതൊന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. സെയിം അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. കാരണം ഇവിടെ ഓരോന്നിനും ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ICICI ന്യൂ, അത് ആക്സിസ്, 3 എണ്ണവും ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് കോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് വാല്യൂ ആദ്യം കൊടുത്ത് അനുസരിച്ച് കിട്ടും. അവിടെ ഇവിടുത്തെ റിട്ടേൺ 0 ആദ്യത്തെ അല്ലേ. പിന്നത്തത്
ഇനിയും ഇതിൽ റിട്ടേൺ 8, ഇവിടെ റിട്ടേൺ 7, ഇവിടെ റിട്ടേൺ 9. മൂന്നെണ്ണത്തിലും ഡിഫറെൻറ്റ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ വാല്യൂ ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻഹെർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ നിന്നാണ്. പക്ഷേ എല്ലായിടത്തും സെയിം മെത്തേഡ് നെയിം ആണെങ്കിലും മൂന്നിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആ മെത്തേഡിനെ കോൾ ചെയ്തിരിക്കുന്നുണ്ട്. ഓരോന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെറുതെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എയും ബിയും ഇൻഹെറിറ്റൻസ് ചെയ്തിട്ടുണ്ട്. മെത്തേഡ് രണ്ടിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പ്രോഗ്രാം തന്നെയാണ്. അതിന് മെത്തേഡ് മെയിൻ ക്ലാസ് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നും ഓരോരുത്തരെ കോൾ ചെയ്ത് എല്ലാവരും മെത്തേഡിനെ കോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചാൽ മതി. എല്ലാം വെറുതെ എക്സാമ്പിൾസ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി ഇത് ഡിഫറൻസ് ആണ്. മെത്തേഡ് ഓവർലോഡിങ് ഓവർറൈഡിങ് തമ്മിലുള്ള ഡിഫറൻസ്. മെത്തേഡ് ഓവർലോഡിങ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് റീഡബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം and method overriding is used to provide the specific implementation of the method that is already provided by superclass. Okay, second point എന്ന് പറയുന്നത് method overloading is performed within a class. Overriding occurs two classes that have easier relationship, that is inheritance. Third എന്ന് പറയുമ്പോൾ in case of method overloading parameter must be different and overriding parameter must be the same. ഇതാണ് നമ്മൾ ഓവർലോഡിങ്ങും ഓവർറൈഡിങ് തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്. വാട്ട് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ്? എ ക്ലാസ് വിച്ച് കണ്ടെയ്ൻസ് ദ അബ്സ്ട്രാക്റ്റ് കീവേഡ്സ് in its declaration is known as abstract class. That is, certain methods be overridden by a subclass by specifying the abstract type modifier. Then abstract classes may or may not contain abstract methods. But if a class has at least one abstract method, then the class must be declared abstract. If a class is declared abstract, it cannot be instantiated. The use of abstract class, you have to inherit it from another class. Provide implementation to the abstract methods in it. If you inherit an abstract class, you have to provide implementations to all the abstract methods in it. നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്. നമ്മളതിന് ഡയറക്റ്റ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ഒന്നും അതിലില്ല. അതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് നമ്മൾ ക്ലാസ് ഡിറൈവ് ചെയ്യുന്നു. ആ ക്ലാസ്സുകളിലായിരിക്കും അതിൻ്റെ ആ മെത്തേഡ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. നമ്മളൊരു സൂപ്പർ ക്ലാസ് ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? ആ സൂപ്പർ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന സ്ട്രക്ചർ ഓഫ് എ ഗിവൺ അബ്സ്ട്രാക്ഷൻ വിത്തൗട്ട് പ്രൊവൈഡിങ് കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എവരി മെത്തേഡ്. അപ്പോൾ നമ്മൾ സൂപ്പർ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറൈസ്ഡ് ഫോമാണ്. ആ ഫോം ബാക്കി എല്ലാ ക്ലാസ്സും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇല്ല. അപ്പോൾ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആകുന്ന എപ്പോഴാണ്? അതിനകത്തുള്ള മെത്തേഡിന് ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ക്ലാസ്സിലാണോ നമ്മൾ അതിനെ ഇൻഹെർട്ട് ചെയ്യുക അവിടെ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു. ആ ഡെഫിനിഷൻ അവിടെ ആയിരിക്കും. ഒബ്ജക്റ്റ് ക്രിയേഷന് നമ്മൾ ഈ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് കൊടുക്കുന്നില്ല. തന്നെ ഏതെങ്കിലും ഒരു മെത്തേഡ് അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്നും കൂടെ പറയാൻ പറ്റും. അബ്സ്ട്രാക്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനുള്ളിനകത്ത് ഒരു മെത്തേഡെങ്കിലും അബ്സ്ട്രാക്റ്റ് ഉണ്ടാകാം. ഉണ്ടായാലും ഇല്ലെങ്കിലും അബ്സ്ട്രാക്റ്റ് ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇഫ് യു വാണ്ട് ടു എ ക്ലാസ് ടു കണ്ടെയ്ൻ എ പർട്ടിക്കുലർ മെത്തേഡ് ബട്ട് യു വാണ്ട് ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മെത്തേഡ് ടു ബി ഡിറ്റർമിൻഡ് ബൈ ചൈൽഡ് ക്ലാസ്, യു ക്യാൻ ഡിക്ലെയർ ദ മെത്തേഡ് ഇൻ ദ പേരന്റ് ക്ലാസ് ആസ് ആൻ അബ്സ്ട്രാക്റ്റ്. An abstract keyword is used to declare the method abstract. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ചില പോയിന്റ്സ് ആണ്. യു ഹാവ് ടു പ്ലേസ് ദ അബ്സ്ട്രാക്റ്റ് കീവേഡ് ബിഫോർ ദ മെത്തേഡ് നെയിം. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് എ മെത്തേഡ് സിഗ്നേച്ചർ ബട്ട് നോ മെത്തേഡ് ബോഡി. അപ്പോൾ എപ്പോഴും അബ്സ്ട്രാക്റ്റ് മെത്തേഡിൽ ഓർത്തോണം, നമുക്ക് അതിനകത്ത് കണ്ടന്റ് ഇല്ല,
ബോഡിയുടെ ഡെഫിനിഷൻ ഇല്ല, ജസ്റ്റ് നെയിമാണ്.